ക്ലബ്ബ് ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടം പുരോഗമിച്ചപ്പോൾ കാൽപന്തിനെ നെഞ്ചിലേറ്റിയ സൗത്ത് അമേരിക്കൻ ജനതയ്ക്ക് ആഹ്ലാദാരവം നിലക്കാത്ത ദിനരാത്രങ്ങളായിരുന്നു. റയൽ മാഡ്രിഡ്, PSG, അത്ലറ്റിക്കോ മാഡ്രിഡ്, ചെൽസി, മാഞ്ചസ്റ്റർ സിറ്റി, ബയൺ മ്യൂണിക്, ഇന്റർ മിലാൻ തുടങ്ങിയ യൂറോപ്യൻ ഫുട്ബോളിലെ വമ്പന്മാർ തേരോട്ടം നടത്തുന്ന അമേരിക്കയിലേക്കായിരുന്നു അവർ ചെന്നെത്തിയത്. ഫുട്ബോൾ ലോകത്തിനു മുൻപിൽ അഭിമാനം കാക്കാൻ വേണ്ടി സമനിലയോ അട്ടിമറികളോ ആയിരിക്കും ലോക ക്ലബ് ഫുട്ബോളിൽ കാണാനാവുകയെന്ന് ആരാധകർ ആശ്വസിച്ചു കാണും. യൂറോപ്യൻ കരുത്തിലും താരപ്രഭയിലും സൗത്ത് അമേരിക്കൻ ക്ലബ്ബുകൾ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ആരാധകർ പരസ്പരം ചോദിച്ചു കാണും. എന്നാൽ ആ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത വിധം സൗത്ത് അമേരിക്കൻ മുന്നേറ്റമാണ് അമേരിക്കയിൽ നടന്ന ക്ലബ് ഫുട്ബോൾ വേൾഡ് കപ്പിൽ ആരാധകർ കണ്ടത്. 32 ടീമുകളിൽ 6 ടീമുകൾ മാത്രമാണ് ബ്രസീലും അർജന്റീനയും ഉൾപ്പെട്ട സൗത്ത് അമേരിക്കയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ വശ്യസൗന്ദര്യവുമായി അമേരിക്കയിലെത്തിയത്. ബോട്ടോഫോഗോ, പാൽമിറാസ്, ഫ്ലുമിനൻസ്, ഫ്ലമിംഗോ തുടങ്ങിയ 4 ബ്രസീലിയൻ ക്ലബ്ബുകളും ബൊക്ക ജൂനിയേഴ്സ്, റിവർ പ്ലേറ്റ് തുടങ്ങിയ 2 അർജന്റൈൻ ക്ലബ്ബുകളും ക്ലബ് ഫുട്ബോൾ വേൾഡ് കപ്പിൽ പങ്കെടുക്കാനായി അമേരിക്കയിലേക്ക് പറന്നത്.